ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് ചായ ഇട്ടിട്ട് ഞാൻ നേരെ സിറ്റൗട്ടിൽ കൊണ്ടുപോയിക്കുവാണ്. വൈകിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരുന്നാണ് ചായ കുടിക്കുന്നത്. അമ്പാടിക്ക് സ്കൂൾ ഉള്ള ദിവസങ്ങളിലെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. അമ്പാടി വരുന്ന സമയത്ത് അരീസ് ഉറക്കമായിരിക്കും. അപ്പോൾ ഞാനും അമ്പാടിയും കൂടെ ഇങ്ങനെ സിറ്റൗട്ടിൽ പോയിരുന്ന് ചായ കുടിക്കും. അപ്പോൾ രാവിലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അത് വേണ്ട, അവൻ ഇങ്ങനത്തെ സ്നാക്സ് കഴിക്കാനാണ് ഇഷ്ടം. തലേ ദിവസം കടയിൽ പോയപ്പോൾ കണ്ട ഒരു കേക്കാണ് കേട്ടോ. അമ്പാടി എന്നെ കണ്ട് അവന് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പോൾ ഈ പീസാക്കി വെച്ചിട്ട് അതിനകത്ത് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി കണ്ട് മേടിച്ചതാണ്. സംഭവം പൊളിച്ചു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്പാടി വരുന്ന ഈ സമയം മിക്കവാറും ആര്യസും ഉറക്കമായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഇരുന്ന് അമ്പാടിയുടെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം അവൻ പറയും. പിന്നെ വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഞാൻ പറയും. ആരൂസിൻ്റെ കുസൃതിയും തമാശയും പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയെങ്കിൽ അതൊക്കെ അമ്പാടിയോട് പറഞ്ഞില്ലെങ്കിൽ അവന് കയറും. പറയും ഞാനെല്ലാം അമ്മയോട് പറയുന്നില്ലേ, അമ്മ എന്നോടൊന്നും പറയത്തില്ല, അങ്ങനെ പറയും. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൻ ചോദിക്കും. പിന്നെ അവൻ്റെ സ്കൂളിൽ നടന്ന A to Z കാര്യങ്ങൾ അവൻ വന്ന് എൻ്റെ അടുത്തും വിവരിക്കും. എന്നും ഇങ്ങനെയാണ് കേട്ടോ, വിശേഷങ്ങൾ പറയും. ഇപ്പം ആരൂസിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആരൂസ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ, അതുകൊണ്ടാണ് ആരൂസിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വൈകിട്ടത്തെ ടീ ടൈം ഇങ്ങനെയാണ് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിൽ, അപ്പാട്ടിയുടെ സ്കൂളുള്ള ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് വന്ന ഉടനെ ചായയും കുടിച്ച് അവൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമേ അവൻ പോയി കുളിക്കാറുള്ളൂ. വരുമ്പോഴേ 4:30 കഴിയും കേട്ടോ. അപ്പോൾ ടയേർഡായല്ലേ വരുന്നേ. അമ്പാടി അവൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എന്നോടാണ് കേട്ടോ. ഞാനും എൻ്റെ സങ്കടമായാലും സന്തോഷമായാലും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പറയുന്നത് ഈ 13 വയസ്സുകാരായ എൻ്റെ മോനോടാണ് കേട്ടോ. എന്നെ നന്നായിട്ട് അറിയുന്നത് ഇവനാണ്. ഇവനോട് ഞാൻ എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുള്ളൂ. കാരണം എനിക്കത് കേൾക്കാൻ വേറെ ആരും ഇല്ലല്ലോ, എൻ്റെ കുഞ്ഞേ ഉള്ളൂ. അവൻ നന്നായിട്ട് അത് കേൾക്കുകയും ചെയ്യും, ആശ്വാസവാക്ക് പറയുകയും ചെയ്യും. ആ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എല്ലാം ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്പാടി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ട് ട്യൂഷന് പോകാൻ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു കേട്ടോ. ക്ലൈമറ്റൊക്കെ ആകെ മൊത്തം മാറി. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയത് കേട്ടോ. അങ്ങനെ അവനെ അപ്പോൾ ഇന്ന് സൈക്കിൾ എടുത്തില്ല, മഴ ചാർന്നുകൊണ്ട് അവൻ നടന്നാണ് ഇന്ന് ട്യൂഷന് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞാൻ മഴ നന്നായിട്ട് ആസ്വദിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞു പോയപ്പോൾ ആ ഒരു ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മഴ ചെറുതായിട്ട് നല്ലതായിട്ട് അങ്ങ് പെയ്തു തുടങ്ങി കേട്ടോ. ഞാനപ്പോൾ കുറേ നേരം അവിടെ നിന്നു, പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. പണ്ടൊക്കെ ഈ മഴ ഞാൻ നന്നായിട്ട് ആസ്വദിക്കുമായിരുന്നു. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളം കയറും. അതുകൊണ്ട് ഈ മഴ ആസ്വദിക്കാനൊന്നും ഞാൻ കുറേ വർഷം കൊണ്ട്, ഇപ്പം ഒരു 5-6 വർഷം കൊണ്ട് എനിക്ക് പേടിയാണ്. 2018 ശേഷം മഴ പെയ്യുമ്പോഴേ അയ്യോ വെള്ളം കയറുമല്ലോ എന്നുള്ള ടെൻഷനാണ്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും, ജീവിതത്തിൽ എന്ത് വന്നാലും അത് നേരിടുക തന്നെ, എന്തിനാ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്. എനിക്ക് ഈ മഴയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനും, മഴയത്തൊന്നുമല്ല കേട്ടോ, എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുവാണെങ്കിൽ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ആരും ഇല്ലെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ മഴയത്ത് ഇങ്ങനെ ഞാൻ കുറേ നേരം ആരൂസ് ഉറങ്ങുക, ജോലിയുണ്ട്, അമ്പാടി പോയി, എന്നാലും അതെല്ലാം അവിടെ ഇട്ടിട്ട് എനിക്ക് എന്തോ അവിടെ കുറേ നേരം അങ്ങനെ ഇരിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ അവിടെ ഒത്തിരി നേരം ഇരുന്നു. ആ മഴ വെള്ളമൊക്കെ പിടിച്ച് മുഖം കഴുകുക, അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്തൊക്കെ ഇറങ്ങുമ്പോൾ മഴ സീസണാണ്, ഈ മഴ പെയ്യും. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് 2 വീലറായിട്ടോ. ആ 2 വീലറിൽ റെയിൻകോട്ട് ഇടും. എല്ലാവരും ജോലി കഴിഞ്ഞ് അവിടെ നിൽക്കും. ഞാൻ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ആ മഴയത്ത് വണ്ടി ഓടിച്ച് പോവും എന്നുള്ളതാണ്. വീട് എത്താറാവുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചുറ്റും, ആ വണ്ടി എടുത്തുകൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ എനിക്ക് ആ മഴയത്ത് അന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓരോരോ ചിന്തകളും ആലോചന ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഈ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. അതൊക്കെ ഒരു കാലം. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ?